ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതിന് വലിയ മഴയിൽ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല, ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല. എന്തിന് നിങ്ങൾ മാറ്റി പാർപ്പിക്കണ? സർക്കാർ കാണട്ടെ ഇത് ഞങ്ങളെ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് 5 ആള് പോയി. നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി. ഇവരെന്താ പറഞ്ഞത്? തരില്ലെന്ന് പറഞ്ഞു സാറേ. ഇവർ തരില്ലെന്ന് പറയുന്നത്. നമ്മളെ തറവാട് പോയി, 5 ആള് പോയി, ഇന്നത് പോയി. ഒരു സംഭവത്തില്ല. ഇവിടെ വേറിച്ചിട്ട് കാണണ്ടേ? 1 വർഷമായി. എവിടെ പോകാനാ ഞങ്ങൾ ഇവിടെ ജീവിക്കണം? ഞങ്ങൾ യാഗം പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. വേർതിരിക്കുക. എത്ര സ്ഥലത്ത് കയറണം? എവിടേക്ക് പോകാൻ എവിടെ ഏതിലേക്കാ ഞങ്ങൾ മാറ്റിയവര്? ഇവിടെ ഞങ്ങൾ കിടന്ന് അറിയിക്കാണ്. ഇവിടെ കാര്യം പറഞ്ഞിട്ട് ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഹായ്, ഇതില് നിങ്ങൾ ആരും രാഷ്ട്രീയമായിട്ട് ഒന്നും കാണണ്ട. സ്വയം ചിന്തിച്ചു നോക്കി. അവനാന് വരുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അയിത്തേക്ക് വന്ന് അയിത്തേക്ക് അതിന്റെ വേദന അറിയാം. ഒന്നും വേണ്ട, സർക്കാർ ഒരു സഹായം ചെയ്യണ്ട. എത്ര ജനങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിക്ക് അയച്ചു കൊടുത്ത പൈസ എവിടെ? അത് വേറെ ഏതോ ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ വാങ്ങി നക്കുക. എന്നിട്ട് ഈ പാവങ്ങളെ 300 റുപ്യ കൊടുക്കണ അവിടുത്തെ വില്ലേജിലെ ഓഫീസറും മറ്റോലും പുകഴ്ത്തുക. ഓൾക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട്, ബോണസ് കിട്ടുന്നുണ്ട്, 60 വയസ്സായ പെൻഷൻ കിട്ടുന്നുണ്ട്, പിരിഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് കിട്ടുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ നീതിപ്പണം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഇങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനും. എത്ര കോടി കണക്കിന് ഉറുപ്പ്യ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിപ്പിച്ചിട്ട് ആ പൈസകൾ എന്താ കാട്ടി? 700 കോടി ഉറുപ്പ്യന്റെ അടുത്തായിട്ടല്ലേ പൈസ. അതിന് ഓരോ കോടി ഓരോ കുടുംബത്തിന് കൊടുത്താൽ എത്ര പൈസ ബാക്കിയുണ്ടാവും? ആ പൈസ ഒക്കെ കിട്ടിയിട്ട് അത് മൂട്ടിൽ കോഴികളെ അട വെച്ചിരിക്കണ മാതിരി വെച്ചിരുന്നിട്ട് ഈ പാവപ്പെട്ടവൾ എന്തിനാ ഞങ്ങൾ ഇടങ്ങാറാക്കണ്? നിങ്ങൾക്ക് ആ തുടർഭരണം വേണ്ട? ഇനി കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തുടർഭരണം ഉണ്ടാവും. എന്ത് തുടർഭരണം വേണ്ടേ? അതേമാതിരി പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ഇതിനെ പറ്റി ഒന്നും പറയാത്ത എന്താ? നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നിട്ട് നിങ്ങൾക്കും പറഞ്ഞൂടെ? പാവപ്പെട്ട ജനങ്ങളെ വേദനിപ്പിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയൂ, എല്ലാരും പറയും ഊളുപ്പും അല്ലാത്ത ജാതികള് ഇനി തുടർഭരണം വേണം. എന്തൊരു കഷ്ടം നോക്കണതൊക്കെ. മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? വീട് സ്ഥലം ഓല് കൽപ്പിച്ചിട്ട് ചെയ്തോന്നല്ല. പ്രകൃതിക്ഷോഭം വന്ന് മഴ പെയ്തോ ഉരുള് പൊട്ടിയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് സംരക്ഷിക്കാനുള്ള സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാരാണ് നമ്മളെ കേരളത്തിലുള്ളത്? ഏത് സർക്കാരായാലും ഇതൊക്കെ തെണ്ടിത്തറ ചെയ്യണേ. ജനങ്ങളടുത്ത് പിരിപ്പിച്ച പൈസ അല്ലേ, അതേലും കൊടുക്കിങ്ങള്. നിങ്ങളടുത്ത് നിന്ന് എടുത്ത് കൊടുക്കണ്ട. ഞങ്ങളെ നികുതിപ്പണങ്ങൾ കൊടുക്കണ്ട. ഞങ്ങളൊക്കെ അയച്ചു തന്ന പൈസ അല്ലേ, അത് കൊടുക്കി. ഉളുപ്പ് മല ജാതികള് നിങ്ങളൊക്കെ എന്താ പറയാ? ഞങ്ങളൊക്കെ മനുഷ്യന്മാരാ? നിങ്ങൾക്ക് തുടർഭരണം വേണ്ട ഇനി 3ാമത്തെ വട്ടം? ഉളുപ്പ് മലത്തെ ജാതികൾ. പ്രതിപക്ഷത്തിന് എന്താന്നും പറയാത്തേ? എല്ലാവരും കണക്കന്നെ. എല്ലാവർക്കും ശമ്പളവും കിമ്പളവും ഓരോ കുടുംബവും. ബാക്കിയുള്ള പാവപ്പെട്ട ആൾക്കാരെ ഓരോതും നോക്കാൻ ആരുമില്ല. അല്ല, ഇതൊക്കെ കാണുമ്പോ എന്താ വെച്ചാൽ എത്ര ഒരു കൊല്ലത്തെ കഴിഞ്ഞ ആ പൈസ കിട്ടിയിട്ട് അത് അട വച്ചിരിക്കുക. അതിന്ന് എടുത്തിട്ട് ചെലവാക്കിവിടും. നിങ്ങളെ തലയിലറ്റ നിങ്ങളെ മൂർത്താവിലറ്റല്ലേ പാവപ്പെട്ട ജനങ്ങളെ അയച്ചെന്ന പൈസയാണ് ആക്കെ. പാവപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സിലുള്ള ആൾക്കാരെ അയച്ചെന്ന പൈസ എടുത്തിട്ട് അത് ചെലവാക്കിവിടും. കൈമാരെ നിങ്ങൾക്ക് ഇതൊക്കെ പറയല്ലാണ്ട് എന്ത് ചെയ്യാൻ? അതെന്താ ചമ്പം എന്താ വെച്ചാൽ ആരും പ്രതികരിക്കൂല. അത് കഴിഞ്ഞില്ലേ? അവനാന്റെ വേദന അറിയണമെങ്കിൽ അവനാനിങ്ങനെ സംഭവിച്ചു നോക്കണം. അപ്പോഴേ ഇതിന്റെ വേദന അറിയുള്ളൂ. ഇതേ രാഷ്ട്രീയമായിട്ട് കാണുമൊന്നും വേണ്ട. ഇത് ഒരു മണ്ണാങ്കട്ടിയല്ല, രാഷ്ട്രീയമൊന്നുമല്ല. പാവപ്പെട്ട ജനങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. പൈസ അല്ലെങ്കിൽ തിരക്കില്ല. പൈസ കിട്ടിയ പിരിപ്പിച്ച പൈസയുടെ ആ പിരിപ്പിച്ച പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് താറാറ്. അത് എടുക്കാൻ പറ്റൂല, ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഒട്ടിച്ചാടെ ഉളുപ്പമല്ലാത്ത ജാതികളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്തൊരു കഷ്ടം അതൊക്കെ. പാവപ്പെട്ട ജനങ്ങൾ കിടന്നിട്ട് പട്ടിണിയും ദാരിദ്ര്യവും കയറി കിടക്കാൻ വീടില്ല, റോഡില്ല, ഒന്നുമില്ല. എന്നിട്ട് വലിയ സമ്മേളനവും വലിയ മറ്റതും മറിച്ചതും അവിടെ മീറ്റിംഗ് മറിച്ചത്. ഇതിലൊന്നും നിങ്ങൾ രാഷ്ട്രീയം കണ്ടിട്ട് സംസാരിക്കരുത്. നല്ല മനുഷ്യന്മാരാരും സംസാരിക്കൂല ഇതിലൊന്നും രാഷ്ട്രീയം. ഇതൊന്നും രാഷ്ട്രീയമല്ല. ഇതൊക്കെ നമ്മളെ ജനങ്ങൾ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പറയാൻ. ഇതേത് സർക്കാർ ചെയ്താലും ഞാൻ പറയും അതൊക്കെ കണ്ടിക്ക നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. നമുക്കൊക്കെ മര്യാദക്കെന്ന് വെച്ചാല് മഴ പെയ്യുമ്പോൾ കയറി കിടക്കാൻ വീടുണ്ടായിട്ട് അത് ഇല്ലാണ്ടായേക്കണം. അപ്പൊ അതിന്റെ വേദന അറിയണമെങ്കിൽ ഇവർക്ക് ഈ മന്ത്രിമാർക്കും MLA മാർക്കും ഇതൊന്നും അറിയില്ല. എല്ലാരും കണക്കന്നെ. ഒരു ഇതിനെ പറയണമൊന്നുമില്ല ഞാൻ. പിന്നെ ഭരിക്കണ പാർട്ടി ഏത് രാഷ്ട്രീയ ഇപ്പൊ ഭരിക്കണ ഏത് പാർട്ടി ആണെങ്കിലും നിങ്ങളൊക്കെ അയച്ചു തന്ന പൈസ എല്ലായിടത്തും നിങ്ങൾ ചെലവാക്കണം. വീടുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ അട വെച്ചിരിക്കണം. എന്തിനാണ്? ആ പൈസ ഏതോ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പലിശ വാങ്ങി നക്കണാണോ ഉളുപ്പ് മലത്തെ ജാതിയിൽ എല്ലാന്ന്. പാവപ്പെട്ട ജനങ്ങളെ ഇതൊക്കെ നമ്മളില്ലാത്ത പറയൊന്നുമല്ല.
പൈസ അയച്ചെന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ എത്ര ഉറുപ്പ്യ കിട്ടിയെന്ന്. ആ പൈസ നിങ്ങൾ എന്താ കാട്ടി? ആ പൈസ എടുത്ത് കൊടുത്തുവിടും നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം. പിന്നെ ഇതിന് എന്നോട് കുറെ രാഷ്ട്രീയമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാര്യമല്ല. ഇത് പറയുന്ന ചെയ്യുന്നത് ചിലതൊന്നും കണ്ടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഒരു വീട് സ്ഥലമൊന്നും ഇല്ലാത്തവന് അതിന്റെ വേദന അറിയുള്ളൂ. ഇവര് സ്വയം ചെയ്തൊന്നല്ല, ഉരുള് പൊട്ടി വന്നിട്ട് പ്രകൃതി ശോഭിച്ചതിൽ സംഭവിച്ചാണ്. അതിന് സഹായിക്കാൻ വേണം. അതിന് ജനങ്ങളെ സഹായിച്ച പൈസയുടെ അടുത്ത് കൊടുക്കി അല്ല പിന്നെ